വീട്ടിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്ന ഓയിൽ കുപ്പി വാർദ്ധക്യത്തിൽ അന്തരിച്ചു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊരു കുറച്ച് കുപ്പി വാങ്ങണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം ഒന്നും വേണ്ട, ചില്ലിൻ്റെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. ചേട്ടൻ ഓരോന്ന് കഷ്ടപ്പെട്ട് തുറന്ന് കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കണം. കൊച്ചി ഇതെന്നാ സാധനം നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ ഈ വലിയ പൊട്ടി തുറന്നവൻ എന്തോ ഒരു സാധനം എടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കും എന്തായതെന്ന്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ട്രേ പോലത്തെ സാധനം എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താന്ന്. അപ്പോൾ അവൻ പറയാം ഇതൊക്കെ കുറേ സാധനം നമുക്ക് ഇതിനകത്തിട്ട് വെക്കാം. ഈ പോലെ എണ്ണക്കുപ്പി, കുറച്ച് ഉപ്പോ കുരുമുളകൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡപ്പിക്കകത്തിട്ടില്ലേ, അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കറക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാതെ ഇങ്ങനെ തിരിച്ച് വെച്ച് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഐസിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ടേണിംഗ് ടേബിൾ പോലെ ആക്കാമെന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ നിന്ന്. അതിനുശേഷം അതവിടെ വെച്ചിട്ട് അവൻ അടുത്ത സാധനം എടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശക്കല്ലിൽ എണ്ണയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് എണ്ണയും ബ്രഷും ഒക്കെ എടുത്തിട്ടില്ലേ, അതിന് വരെ ഈ ഒരു ബോട്ടിലിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ ബോട്ടിൽ തന്നെ എണ്ണ ഒഴിച്ച് വെക്കാം. അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബ്രഷും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ എണ്ണ ഒഴിക്കുക, അതിനകത്ത് നോക്കുക, ബ്രഷ് അതിനകത്തോട്ട് ഇടുക, സിമ്പിളായിട്ട്. അപ്പോൾ അതും കിട്ടി. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ എടുക്കുന്നതെന്ന് നോക്കിയപ്പം ഞാൻ നോക്കി നിൽക്കും അവൻ എന്നെ ഓരോന്ന് തുറന്ന് എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ അടുത്ത ഓയിൽ കുപ്പിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവനും ആദ്യം ഒരു ഓയിൽ കുപ്പി എടുത്തു, ചില്ലിൻ്റെ ഒരു ഓയിൽ കുപ്പി. അതെടുത്ത് അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു തരുക. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള കുപ്പിയാണ് കേട്ടോ. ഇതങ്ങനെ തെന്നിപ്പോകത്തും ഇല്ല. അതിൻ്റെ പുറത്ത് ബബിൾ പോലെ ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവനെടുത്ത് ഓരോന്നിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അടുത്ത പെട്ടിക്കകത്ത് എന്താ അറിയാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അടുത്ത പെട്ടി തുറന്നപ്പോൾ എന്താ അതിനകത്ത് ഇതേപോലത്തെ തന്നെ ബോട്ടിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ ആയിട്ട് എല്ലാം ഇതുപോലത്തെയാണ്. അപ്പോൾ പറഞ്ഞു ഇതെന്താ ഓഫറിന് കിട്ടിയതാന്ന്, 3 ബോട്ടിൽ ഒരുമിച്ച് കിട്ടുന്നത്. അപ്പം ഇത് നമ്മൾ ഒരെണ്ണം മാത്രമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് ഇത്ര 500 സംതിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഇത്രയും 3 ഇതും കഴിഞ്ഞെടുത്ത് 2 സാധനങ്ങളും കൂടി ചേർത്തപ്പോൾ എത്രയും 400-നുള്ളിലത്തെ വരുന്നുള്ളൂ എന്ന്. അപ്പോൾ അവൻ അങ്ങനെ നോക്കി വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊരു സാധനം വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.